ഒരു മനുഷ്യൻ കറുത്തിരിക്കുന്നത് അവൻ്റെ വൈകല്യമാണോ? ഇസ് ദാറ്റ് എ ഡിസബിലിറ്റി? ആണെന്ന രീതിയിലാണ് തമിഴ് സംവിധായകൻ മാരി സെൽവരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസ്താവന. ബൈസൺ എന്ന ചിത്രത്തിൻ്റെ പ്രസ് മീറ്റിൽ താങ്കളുടെ സിനിമകളിലെല്ലാം നായികമാർ ഇരുണ്ട നിറക്കാരല്ലേ? നായികമാരെ മേക്കപ്പിൽ ടാൻ ചെയ്ത് അഭിനയിപ്പിക്കുന്നതിന് പകരം അതേ നിറത്തിലുള്ള സ്ത്രീകളെ തന്നെ എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ എന്നൊരാൾ ചോദിക്കുന്നു. അതിന് മാരി സെൽവരാജിൻ്റെ മറുപടി ഇതാണ്: ഇപ്പോൾ ഭിന്നശേഷിക്കാരെക്കുറിച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിൽ ശരിക്കും വൈകല്യമുള്ളവരെ അഭിനയിപ്പിക്കാൻ സാധിക്കുമോ? തമിഴ് സമൂഹത്തിലെ എല്ലാ തട്ടുകളിലും ആണ്ട് കിടക്കുന്ന ജാതീയതയെക്കുറിച്ചുള്ള നടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകന്റെ ഉള്ളിൽ കൊള്ളിച്ച സംവിധായകന്റെ വാക്കുകളാണിതെന്ന് ഓർക്കണം. അതെന്താ അവർക്കൊക്കെ അഭിനയിച്ചാൽ മാർക്കറ്റാണ് കാരണമായി പറയുന്നതെങ്കിൽ ഓക്കെ. പക്ഷേ വൈകല്യമുള്ളവരുടെ കഥയ്ക്ക് എപ്പോഴും സാധാരണ നടന്മാർ തന്നെ മേക്കപ്പ് ഇടണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതിന് തമിഴിലും മലയാളത്തിലും ഹോളിവുഡിലും വരെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഇവിടെ വിഷയം. തൊലിപ്പുറത്തെ കറുപ്പ് എങ്ങനെയാണ് ഒരു ഡിസബിലിറ്റി ആകുന്നത്? ആണെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ശരിക്കും കറുത്ത നായികമാർ എന്തുകൊണ്ട് സിനിമയിലില്ല എന്ന ഒരു ഗതികെട്ട ചോദ്യത്തിന് ഇങ്ങനെ ഒരു താരതമ്യം കൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? മാരി സെൽവരാജിൻ്റെ മറുപടി തീർന്നിട്ടില്ല. ഞങ്ങൾ വെളുത്തതാണോ സുന്ദരിയാണോ എന്നൊന്നും നോക്കിയല്ല നായികയെ തീരുമാനിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം അവർ അധ്വാനിക്കും, മെനക്കെടും, സ്വയം സമർപ്പിക്കും എന്നൊക്കെയാണ് നോക്കാറുള്ളത്. തമിഴ് സ്ത്രീകളെ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ മിസ്റ്റർ മാരി സെൽവരാജ്? തമിഴ്നാട്ടിലെ 8 കോടി വരുന്ന ജനസംഖ്യയിൽ 3.5 കോടിയിലധികമുള്ള സ്ത്രീകൾക്കോ അല്ലെങ്കിൽ കറുത്ത സ്ത്രീകൾക്കോ ഒന്നും ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഇല്ലേ? കുട്ടിക്കാലം മുതൽ അനുഭവിച്ച ജാതി വിഭേചനമാണ് തൻ്റെ സിനിമകളുടെ എല്ലാം പിന്നിലുള്ള ഇമോഷൻ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ജാതിയുടെ പേരിലുള്ള മാറ്റിനിർത്തൽ കൃത്യമായും അഭിസംബോധന ചെയ്യുന്ന മാരി സെൽവരാജിന് എന്തുകൊണ്ടാണ് സമൂഹത്തിലെയും സിനിമയിലെയും വർണ്ണവിവേചനം തിരിച്ചറിയാൻ സാധിക്കാത്തത്? അതോ സ്വയം അനുഭവിച്ചാൽ മാത്രമേ അതിനെ അഡ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഇതേ അന്തരീക്ഷത്തിൽ വളർന്ന മാരിയും ഇത് അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജാതീയതയും ദ്രവീഡിയൻ ചരിത്രവും ചർച്ച ചെയ്യുമ്പോൾ അതിനോട് എന്നും കെട്ടുപണിഞ്ഞു നിൽക്കുന്ന കറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ഒഴിവാക്കാനാവില്ല എന്നതാണ് സത്യം. അതിൽ നിന്ന് സിനിമയും രാഷ്ട്രീയവും രക്ഷിച്ചെടുക്കുന്നത് എപ്പോഴും പുരുഷനെ മാത്രമാവും. മാരി സെൽവരാജിൻ്റെ സമകാലികനും ബൈസന്റെ സഹനിർമ്മാതാവുമായ പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത കാല എന്ന ചിത്രത്തിൽ വില്ലനോട് രജനീകാന്തിൻ്റെ ഒരു ഡയലോഗുണ്ട്: വെള്ള ശുചിത്വം, കറുപ്പ് അഴുക്ക് അല്ലേ? കറുപ്പ് അധ്വാനത്തിൻ്റെ നിറമാണ്. ആ ചിത്രത്തിലും ഫീമെയിൽ ലീഡ് ഉത്തരേന്ത്യയിൽ നിന്നാണ് എന്ന് പ്രത്യേകം സ്മരിക്കുന്നു. വെളുത്തു തൊടുത്ത ഉയരമുള്ള നായകന്മാർ മാത്രം അടക്കി വാണ ഇന്ത്യൻ സിനിമയുടെ പാരമ്പര്യത്തിൻ്റെ ഗേറ്റ് തള്ളി തുറന്ന് അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെ രജനീകാന്ത് അവതരിച്ചു. ഇന്ന് സിനിമയിൽ പല രൂപത്തിലും പല നിറത്തിലുമുള്ള നായകന്മാരെ കാണാൻ സാധിക്കുന്നതിൻ്റെ തുടക്കം അവിടെയാണ്. അങ്ങനെ ഒരു അവതാരം സ്ത്രീകൾക്ക് വേണ്ടിയും ജനിക്കുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ. കാരണം ലോകത്തെല്ലായിടത്തെയും പോലെ ഇവിടെയും സിനിമ പുരുഷന്റെ കയ്യിലാണല്ലോ. മെയിൽ ഗേസിന് ഇഷ്ടപ്പെടുന്നവർ മാത്രം മതിയെന്ന് ശക്തമായ രാഷ്ട്രീയമുള്ള സിനിമാ സംവിധായകർ കൂടി തീരുമാനിച്ചാൽ പിന്നെ എന്തു പറയാൻ?